ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നൈസ് ഗെയിമിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിത് നൈസ് ഗെയിമിങ്ങിൽ ഗെയിം അല്ല നമ്മളിന്ന് ഇടാൻ പോകുന്നത്, മറിച്ച് നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഈ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് ഒരു ആൾക്ക് ക്രിയേഷൻ ചെയ്യാം, അതും മൊബൈലിൽ തന്നെ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മൊബൈൽ ആദ്യം ഓപ്പൺ ചെയ്യുക. അതിൽ ഈ യൂട്യൂബ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. വരട്ടെ കേട്ടോ. അങ്ങനെ ഗൈസ്, യൂട്യൂബ് വന്നു കഴിയുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പായിട്ട് ഇപ്പോൾ ഒരു രണ്ടാൾക്കാരുടെ പിക്ചറുണ്ട്. അത് ഞാനും ഒരു ഡോഗിയും കൂടി നിൽക്കണ ഒരു പിക്ചറാണ്. നിങ്ങളുടെ അവിടെ ഏത് ഫോട്ടോ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും. ഇതുപോലെയൊക്കെ നമുക്ക് കുറേ വരുന്നത് കാണാം. ഓക്കെ, ഇതിൽ യുവർ ചാനൽ, അത് ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്കും കിട്ടും, ചാനൽ ഇല്ലാത്തവർക്കും ഇത് കിട്ടും. ഞാനിങ്ങനെയാണ് എൻ്റെ ഈ ചാനൽ തുടങ്ങിയത്. ഓക്കെ, യുവർ ചാനൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ട, എനിക്കിതിൽ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കിടക്കണത്. ഇപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സ് കാണിക്കുന്നുണ്ട്. നൈസ് ഗെയിമിങ്ങിൻ്റെ അടിയിൽ 15 വീഡിയോക്ക് 10 സബ്സ്ക്രൈബേഴ്സ്, വ്യൂസ് എല്ലാം ഒക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം വ്യക്തമായിട്ട്. ഓക്കെ, ഇതിൽ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ ഒരു പെൻസിൽ പോലെ സാധനം കണ്ട, ഈ നടുക്കായിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനെല്ലാം ഫില്ലൊക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം നെയിമിൻ്റെ അവിടെ നിങ്ങളുടെ ചാനലിൻ്റെ പേര് നിങ്ങൾ അടിച്ചു കൊടുക്കുക. അതായത് നിങ്ങൾ എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണോ ഈ ചാനൽ തുടങ്ങുന്നത്, അതിൻ്റെ കാര്യങ്ങളാണ് നിങ്ങളിതിൽ അടിച്ചു കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഗെയിമിൻ്റെ ബേസ് ആയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയേക്കണത്. ഓക്കെ, അപ്പോൾ ഞാൻ നൈസ് ഗെയിമിംഗ് എന്നാണ് അടിച്ചു കൊടുത്തേക്കണത്. പിന്നെ അടുത്തത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയാണ് അടിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെയാണ് അടിച്ചു കൊടുത്തേക്കണത്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ HTTPS ലിങ്ക് എന്താണ്, ഇമെയിൽ ഐ ഡിയുടെ തന്നെയാണെന്ന് തോന്നുന്നത്. അത് തന്നെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്, ഞാൻ അടിച്ചു കൊടുത്തിട്ടില്ല. നിങ്ങളുടെ ഫോണിലുള്ള തന്നെ വന്നോളും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ എൻ്റെ ഒരു വലിയ കാട് മുഖം കാണുന്നുണ്ട്. വലിയ കാട്ടല്ല, ഇവിടെ ഇങ്ങനൊരു റെക്റ്റാങ്കിളിൽ ഒരു മുഖം കാണുന്നുണ്ട്. അതെങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ ടോപ്പിൽ ചെറിയൊരു ക്യാമറ പോലത്തെ ഓപ്ഷൻ ഇല്ലേ, അതായത് ഞാനും ഒരു ഡോഗും കൂടി നിൽക്കുന്ന ഒരു സർക്കിൾ ഇട്ടിട്ട് ഉള്ളിൽ ക്യാമറ ഉണ്ട്. അതിൻ്റെ പുറത്ത് തന്നെ ഇച്ചിരി റൈറ്റ് സൈഡിലായിട്ട് നീക്കിയിട്ടൊരു ക്യാമറ ഇല്ലേ, ആ ക്യാമറയിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ടേക്ക് ഫോട്ടോ ഉണ്ടാവും, അല്ലെങ്കിൽ ചൂസ് ഫ്രം യുവർ ഫോട്ടോസ് എന്നും കിടപ്പുണ്ടാവും. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഗ്യാലറിയിൽ നിന്ന് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ടേക്ക് ഇപ്പം തന്നെ എടുത്തിട്ട് അപ്പം തന്നെ ഇടണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ ഈ പ്രൊഫൈല്, ഇപ്പം ഞാനും ഒരു ഡോഗും കൂടി നിൽക്കണ അവിടെ ക്യാമറ കണ്ട, അതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്യാലറിയിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗ്യാലറിയിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതായ ഫോട്ടോസും വീഡിയോ അതൊക്കെ നമുക്ക് ഇടാനൊക്കെ സാധിക്കും. അതൊക്കെ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ, അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻസൊക്കെ വരും. പ്രൊഫൈൽ എന്നൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ നീ നിൽക്കിയിട്ടുണ്ടെങ്കിൽ സംഭവം ആഡായിക്കോളും. ഇപ്പോൾ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണിച്ചിരുന്നതായിരിക്കും. പിന്നെ ഈ ചാനലൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ട് മെയിനായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യവും കൂടി നിങ്ങൾ ചെയ്യണം. അത് മെയിനായിട്ട് നിങ്ങളും ചെയ്യണ്ട. ഇപ്പോൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ചാനൽ ക്രിയേഷൻ ആയി അവിടെ. പിന്നെ നിങ്ങൾ യൂട്യൂബ് എടുത്തിട്ട് നിങ്ങളുടെ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ പേര് ഇങ്ങനെ നൈസ് ഗെയിം, ഇപ്പം എൻ്റെയാണ് നൈസ് ഗെയിമിങ്, നിങ്ങളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ പോലെ വന്നോളും. ഓക്കെ, ഇത് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ഈ റൈറ്റ് സൈഡിൽ പെൻസിലിൻ്റെ നേരെ ഇപ്പുറത്തായിട്ടൊരു സാധനം കാണുന്നുണ്ട്. എന്താണ്ട് ഈ പെൻസിലിൻ്റെ ലെഫ്റ്റിലൊരു സാധനം കാണുന്നുണ്ടോ, അതിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ലൈക്കും ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. ഫോട്ടോസ് അല്ല, ലൈക്കും വ്യൂസ്. എനിക്കിപ്പോൾ 1.k വ്യൂസ് ഉണ്ട്, 1K വ്യൂസൊക്കെ ഉണ്ട്. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല. പിന്നെ 14 ലൈക്ക്, 2 കമൻറ്റ്, 3 ഷെയർസ്, ഇത്രയാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഇതൊന്നും തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല, അതാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് ഈ കമൻ്റൊക്കെ ഇടുമ്പോൾ നമുക്ക് തിരിച്ചിടാൻ, പിന്നെ കമൻ്റൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്പുണ്ട്. ആപ്പ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ആ ആപ്പ് കാണാം. ഓക്കെ ഗൈസ്, ഇതാണ് ആ ആപ്പ്. നിങ്ങൾക്ക് മനസ്സിലാണ്, ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ഗെയിം 3Dയുടെ നേരെ ലെഫ്റ്റ് സൈഡിൽ YT സ്റ്റുഡിയോ, ഞാൻ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടത് ഈ ആപ്പാണ്, ഏറ്റവും താഴത്ത് കിടക്കുന്നത് ഈ ആപ്പാണ് YT സ്റ്റുഡിയോ. ഇതിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്
ഇങ്ങനെ കുറച്ചൊക്കെ സംഭവങ്ങൾ ഇതിൽ ഇങ്ങനെ കാണും. അപ്ഡേറ്റ് എന്ന് കൊടുക്കുക, ക്യാൻസൽ കൊടുക്കുക. ഇങ്ങനെയാണ് ഈ ആപ്പ് ഓപ്പൺ ചെയ്യണത്. ഇപ്പം എനിക്ക് ഇതിൽ വ്യൂസ് കാണിക്കുന്നുണ്ട്, പക്ഷേ ഇതിൽ സമയം എടുക്കും വ്യൂസ് ആയി വരാനായിട്ട്. അതാണ് പ്രശ്നം. പിന്നെ സബ്സ്ക്രൈബേഴ്സും ഇതൊക്കെ കറക്റ്റായിട്ട് കാണിച്ചോളും. പിന്നെ കണ്ടൻറ്റ് ഒക്കെ സാധിക്കും, നമുക്ക് കണ്ടൻറ്റൊക്കെ കൊടുക്കാൻ സാധിക്കും. കണ്ടോ, കണ്ടൻറ്റൊക്കെ വായിക്കാനൊക്കെ പറ്റും. ഇത് നമുക്ക് റെഡിയാക്കാം. അതായത് ഇപ്പം എൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കമൻറ്റ്, ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പോൾ കമൻറ്റൊക്കെ ഇതിലുണ്ടായ കമൻറ്റൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീഡിയോസിൻ്റെ കുറേ കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ വലിയ ക്ലിയറായിട്ട് നോക്കിയിട്ടില്ല. കാരണം ചാനൽ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ലല്ലോ ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും ക്ലിയറായിട്ട് നോക്കാഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കതൊക്കെ നോക്കണം. ഇതൊക്കെ ഈ ആപ്പ് എങ്ങനെയാണ് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നിങ്ങളുടെ പ്ലേ സ്റ്റോർ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ സെർച്ചിൽ പോയിട്ട് YT സ്റ്റുഡിയോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. അപ്പോൾ അതെ, YT സ്റ്റുഡിയോ എത്തിയേക്കാണ്. അതിൽ രണ്ടാമതുമാണ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് കിട്ടിയിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ. ഇപ്പം ഞാനിത് ഓൾറെഡി സെറ്റാക്കി വെച്ചേക്കുന്നത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഉള്ളിൽ വായിച്ചു നോക്കാം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യൂസും ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇത് മിക്കവരും ഡൗൺലോഡ് ചെയ്തേക്കുന്ന ആപ്പാണ്. 100 മില്യൺ ഡൗൺലോഡാണ് ഇതിൽ വന്നേക്കണത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. പിന്നെ ഇതൊക്കെ കുറേ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒട്ടും മനസ്സിലായില്ലെങ്കിൽ, ഇതിനെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഒട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ കണ്ട, ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ ഡൗൺലോഡൊക്കെ നല്ലോണമാണ്. 100 M ഡൗൺലോഡാണ് ഇതിൽ വന്നേക്കണത്. അത്ര ആൾക്കാർ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ചെയ്ത ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചാനൽ അധികം ആയിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് സബ്സ്ക്രൈബറൊക്കെ ആകണം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ കണ്ടൻസൊക്കെ ഉണ്ടാക്കാനുള്ള ഇതൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഗെയിമിൻ്റെ വീഡിയോ ആയിട്ട് ഇനിയും വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണം എങ്ങനെയാണെന്നത് കാണിച്ച് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുക. യൂട്യൂബിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് സ്റ്റെപ്പായിട്ട് ഇനിയും ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞുതരാം. നിങ്ങൾ ചാനലൊക്കെ തുടങ്ങുക. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ ഇതുപോലെ തന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.